എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തേയാണ്. തേയുടെ ലൈഫിൽ അങ്ങനെ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അവന്റെ അച്ഛനെ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും അദ്ദേഹത്തിന്റെ കമ്പനി വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. ഒപ്പം തന്നെ ആ നാടിന്റെ എക്കോണമിയെ മൊത്തം ബാധിക്കുന്ന രീതിയിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ രാജ്യവും കടക്കുന്നു എന്ന ന്യൂസും അപ്പോഴാണ് പുറത്തു വരുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ട സങ്കടം ഒരു വഴിക്കുള്ളപ്പോൾ തന്നെ തേക്ക് അച്ഛൻ പടുത്തുയർത്ത ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന വലിയൊരു ആശങ്കയും ആ സമയത്തുണ്ട്. കാരണം അവൻ ഇതുപോലൊരു ബിസിനസ് ഒന്നും ഏറ്റു നടത്തി പരിചയമില്ല. എന്തായാലും തേ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലം മുതലേ അച്ഛന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക എന്നത് തേയെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അവനത് ഇഷ്ടപ്പെട്ട് സ്വമേധയാ ചെയ്യുന്നതാണ്. അച്ഛൻ ഒരിക്കലും അവനോട് ആവശ്യപ്പെട്ടിട്ട് അവൻ ചെയ്യുന്നതല്ല. കൂടാതെ അച്ഛൻ ഒരു ദിവസം അവനെയും കൂട്ടി പുറത്ത് പാർക്കിൽ പോയി. ആ സമയത്ത് അവിടെ മനോഹരമായ പൂക്കൾ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ അച്ഛൻ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ തേക്ക് അതൊക്കെ വളരെ ബോറിംഗ് ആയി തോന്നുന്ന ടീം അച്ഛൻ അത് ചൂണ്ടിക്കാണിച്ച് തേയെ വലിയൊരു ജീവിതപാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു വീണ അതിന്റെ ലൈഫ് തീർന്നു എന്നല്ലേ പൊതുവെ കരുതാ. പക്ഷെ അങ്ങനല്ല. അത് മരത്തിൽ നിന്ന് താഴെ വീണ് അതിലെ വിത്ത് മണ്ണില് മുളച്ച് അതൊരു മരമായി മാറും. ഈ താഴെ വീഴുന്ന പൂക്കളുടെ ലൈഫ് അവിടെ അവസാനിക്കല്ല, അത് ലൈഫിന്റെ മറ്റൊരു വലിയ ഘട്ടത്തിലേക്ക് കടക്കാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ അത് അവസാനമായിട്ട് കരുതരുത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങണം. അപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കാന്നെല്ലാം അച്ഛൻ അവന് പറഞ്ഞു കൊടുത്തത് ഇപ്പൊ അവൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് തേയുടെ അച്ഛന്റെ ഫ്യൂണറൽ നടക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ സ്റ്റാഫ്സും മറ്റു വേണ്ടപ്പെട്ടവരും എല്ലാം അവിടെ തന്നെയുണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. കാരണം ഈ സ്റ്റാഫ്സിനൊക്കെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു മുതലാളിയായിരുന്നു അല്ലെ. ആ സമയത്ത് അവിടെ ഒരു കണ്ടോളൻസ് മണി ഇടാനായിട്ട് ബോക്സ് ഉണ്ട്. അതായത് ഇതുപോലെ ഫ്യൂണറലിനൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ആ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് ആ ഒരു ബോക്സിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ എത്തുന്ന ഒരാൾ ആ ഒരു ബോക്സിലെ എമൗണ്ട് എടുക്കാനായി നോക്കുമ്പോൾ എല്ലാവരും ചെന്ന് തടയുന്നുണ്ട്. ആ ടീം അയാളാട്ടെ എനിക്ക് ഈ മരിച്ച ആള് കാശ് കടം തരാനുണ്ടായിരുന്നു, അത് എടുക്കാൻ ഞാൻ വന്നതാണെന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മറ്റുള്ളവർ സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ടീം ഇയാൾ ഈ കടത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ പിന്നൊന്നും മിണ്ടുന്നില്ല. ആകട്ടെ ആരും തടയണ്ട, എടുത്തോണ്ട് പോട്ടെ. ഇത്രയും നാള് എന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്ത ഇയാള്, അച്ഛന്റെ ഉയർച്ചയിലൊക്കെ പാർട്ട്ണർ എന്ന രീതിയിൽ അതിന്റെ പങ്ക് പറ്റാനായി നടന്നയാള് ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചറിഞ്ഞിട്ട് അച്ഛനെ ഒന്ന് അവസാനം കാണാൻ പോലുള്ള ആ ഒരു മനസ്സ് കാണിക്കാതെ ആ ഒരു തുക കൈയിട്ട് വരാൻ നോക്കുന്നെങ്കിൽ അയാളെ തടയുണ്ടെന്ന് മറ്റുള്ളവിടെ പറയുമ്പോഴും പക്ഷെ അയാളെ ആ ഒരു തുക എടുക്കാനായി സിയോൺ സമ്മതിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് കീപ്പറാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് കടങ്ങൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നെല്ലാം അവൾ പറയുമ്പോൾ അയാൾ ഒരു പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാശ് കടം വാങ്ങിച്ച കണക്ക് തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നവൾ ഇത് മുന്നേ വാങ്ങിച്ചതല്ലേ, കൂടാതെ ഇത് തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടില്ലല്ലോ, ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റിന് ഇനിയുണ്ട് ഒരാഴ്ച സമയം. അതുകൊണ്ട് ആ ഡേറ്റിന് ശേഷം ഞങ്ങൾ കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബലമായി പിടിച്ചു വാങ്ങാൻ വന്നാൽ മതി. ഇന്നത്തെ ഈ ദിവസം തന്നെ ഈ കാശ് കൈയിട്ട് വാരി കൊണ്ടുപോകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഇവിടെ നടക്കാനേ പോകുന്നില്ല എന്നല്ല വളരെ ബോൾഡായി അവിടെ സിയോൺ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ആ ഒരു ഓഫീസിലെ മറ്റ് അവളെക്കാളും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ്സ് ഉണ്ടല്ലോ അവരൊക്കെ അന്തം വിട്ടു പോകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവര് പോലും ഒന്ന് എതിർത്ത് നന്നായി അവിടെ അവരുടെ ബോസിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയോ സംസാരിക്കാൻ നിൽക്കുന്നില്ല ഈ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സിയോൺ ആണ് അവിടെ അത്രയും ബോൾഡായി നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ അയാളാകട്ടെ കാശ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ചമ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ടീം ഇതൊക്കെ കണ്ട് എന്ത് പറയണം ചെയ്യണമെന്ന് അറിയാത്ത വല്ലാത്തൊരു മരവിച്ച അവസ്ഥയെ തന്നെ നിൽക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ഫ്യൂണറലിനെ എത്തി കാണുന്നത് വരെ അല്ലെങ്കിൽ മുന്നേ തേയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ ഒന്ന് തേയെ പറ്റി സിയോണിനോട് സംസാരിച്ചിരുന്നല്ലോ. ആ ഒരു ടീം വരെയൊന്നും താൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട ആ ബൊക്കയുമായി നിന്ന ഉറക്കം തൂങ്ങി പയ്യൻ അല്ലെങ്കിൽ ഇപ്പോ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ടീം ഓടി വന്ന് തന്നെ ഇടിച്ചു വീണ ആ പയ്യൻ അത് ഇദ്ദേഹത്തിന്റെ മകനായ തേ ആണെന്ന കാര്യമൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. തേ ഇങ്ങനെ അച്ഛന്റെ ബിസിനസ്സിലൊന്നും ഇടപെടാതെ ഓഫീസിലൊന്നും വരാതെ നിന്നിരുന്ന ഒരു പയ്യനില്ല. അതുകൊണ്ട് തന്നെ മുതലാളിയുടെ പയ്യനാണ് അവൻ എന്ന രീതിക്ക് ഒട്ടും തന്നെ അവനെ സിയോൺ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവൾ അത് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഈ ഫ്യൂണറിൽ പങ്കെടുക്കാനായി ഹ്യുൻജുന്റെ അച്ഛൻ എത്തുന്നുണ്ട്. അയാളാകട്ടെ അയാളുടെ പങ്കായി ഒരു കണ്ടോളൻസ് എമൗണ്ടും അവിടെ തേയെ ഏൽപ്പിച്ച് പോകുന്ന ടീം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഹോസ്പിറ്റലിലുള്ള തേയുടെ അച്ഛനെ കാണാനായി ഇയാൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനോ പറ്റി അയാൾ തേയുടെ അച്ഛനോട് ഭയങ്കര മോശമായി എവിടെ അതെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്താണത്, എന്താണ് ഇവർക്കിടയിലെ ഫ്ലാഷ് ബാക്ക് എന്നത് നമുക്കറിയില്ല. പക്ഷെ ഇയാൾ പുറമെ കാണുന്ന കണക്ക് ഒരു നല്ല വ്യക്തിയല്ല, എന്തോ ഒരു വില്ലത്തരം ഇയാളുടെ ഉള്ളിലുള്ള കണക്ക് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ടീം അതിൽ അവർ പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനോട് കൂടി നമ്മൾ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂന്ന്. അത് കേൾക്കുന്ന സിയോണിന് പ്രശ്നങ്ങൾക്ക് പുറമെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അവൾ ഇങ്ങനെ പെറുവിറുക്കുന്ന ടീം അത് കേൾക്കുന്ന തേയാട്ടെ എന്ത് ചെയ്താലും ഈ ഒരു സമയം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ, നിലനിൽക്കാനായി മുന്നോട്ട് തുഴഞ്ഞു പോയേ പറ്റൂ, അതിനെപ്പറ്റി മാത്രം ഇപ്പൊ ചിന്തിച്ചാൽ മതിയെന്ന് അവൻ അവന്റെ കാര്യം വെച്ചിട്ട് തന്നെ അങ്ങനെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ശേഷം സിയോൺ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അനീതി ഭയങ്കര സങ്കടത്തിലാണ്. അനീതി എയർ ഹോസ്റ്റേഴ്സ് ആവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ സെറ്റ് ആയൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ അതെല്ലാം പോയി. സാമ്പത്തിക മാന്ദ്യം രാജ്യത്തെ ബാധിച്ച ശേഷം അവൾക്ക് ആ ഒരു ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി സങ്കടപ്പെടുമ്പോൾ എന്ത് പറഞ്ഞവൾ ആശ്വസിപ്പിക്കണമെന്ന് സിയോണിന് അറിയില്ല. അപ്പോഴേക്കും തേയും അവന്റെ ആ ഒരു ഗ്രീൻ ഹൗസിന്റെ അവിടെ എത്തുന്നുണ്ട്. അവന്റെ പൂക്കളെ നോക്കി അവൻ നിൽക്കുമ്പോൾ നാമും അടുത്തുണ്ട്. എടാ നിനക്കൊരു
നിനക്കൊന്ന് കരഞ്ഞൂടെ? നിന്റെ മനസ്സിൽ അച്ഛന്റെ കാര്യം ഓർത്ത് എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് നീ ഇങ്ങനെ അടക്കി വെച്ചിട്ട് എന്താ കാര്യം? ഒന്ന് പൊട്ടിക്കരഞ്ഞ് ആ ഒരു സങ്കടം തീർത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് കരച്ചിൽ വരുന്നില്ലടാ. എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അത് കണ്ണീരായിട്ട് എനിക്ക് പുറത്തേക്ക് വരുന്നില്ല എന്നല്ല പറയുന്നവൻ. നിന്റെ കയ്യിൽ ഫോർമലായി എന്തെങ്കിലും ഫോട്ടോ മറ്റോ ഉണ്ടോ എന്നായിരുന്നു നാമിനോട് ചോദിക്കുന്നത്. അങ്ങനെ പിന്നീട് വളരെ ഫോർമലായി ഡ്രസ് ചെയ്ത് എങ്ങോട്ടേക്കോ പുറപ്പെടുന്ന ആണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും തേയുടെ അച്ഛന്റെ ഓഫീസിൽ സ്റ്റാഫ്സ് ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവരൊരു കമ്പനിക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പുതിയൊരു ഡീലിലൊക്കെ ചെയ്യാനായി ഇരുന്നതല്ലേ. പക്ഷെ ആ ഒരു ഡീലിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ മുതലാളി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. ഇനി കമ്പനിയുടെ ഭാവി എന്താവും, എന്തായിരിക്കും കാര്യങ്ങൾ എന്ന രീതിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു നയിക്കാൻ ലീഡർ ഇല്ലാത്തത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഒരു സ്ഥാപനത്തെ ഒക്കെ സംബന്ധിച്ച് ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണത്. എന്തായാലും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിയോൺ ആ ഒരു കാഴ്ച കാണുന്നത്. ഇത് തേയല്ലേന്ന് അവൾ പറയുമ്പോഴാണ് മറ്റുള്ളവരും അങ്ങോട്ടേക്ക് നോക്കുന്നത്. അതെ, തേയെ അവരെല്ലാവരും കാണുന്നു. മുതലാളിയുടെ മകൻ ആദ്യമായി അങ്ങനെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. എന്റെ ഈ വരവ് പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അവനായിട്ട് അച്ഛന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത് എടുക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് നേരെ അച്ഛന്റെ ക്യാബിനിലേക്കും ചെല്ലുന്നു. അങ്ങനെ ഓഫീസിൽ എല്ലാവരും ഉള്ള സമയത്ത് അങ്ങോട്ടേക്ക് അന്ന് ഫ്യൂണറലിനിടയിൽ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അയാൾ എത്തുന്നുണ്ട്. അയാളാവട്ടെ അന്ന് എന്നോട് ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴേ ഡേറ്റ് ആയി, മര്യാദക്ക് എന്റെ കാശ് എടുത്തോന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം എല്ലാവരും ഇത് കേട്ട് നിൽക്കുമ്പോൾ അയാൾ അല്ല ആരിവിടുത്തെ സിഇഒ എന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോ ഒരു നാദൻലാ കളരിയാണെന്ന രീതിക്കാണ് അയാൾ അവിടെ സംസാരിക്കുന്നത്. ഇത് കേട്ട് നിൽക്കുന്ന സിയോൺ ഉൾപ്പെടെയുള്ള സ്റ്റാഫ്സ് ഒന്നും മിണ്ടാതെ നിൽക്കാണ്. കാരണം അവർക്കിപ്പോ പറയാനൊരു ഉത്തരമില്ലല്ലോ. എന്തായാലും അങ്ങനെ ഇയാളാകട്ടെ ഉത്തരമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും എനിക്ക് കിട്ടാനുള്ള കാശിന് സമാധാനം പറയേണ്ടവരാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്തോ. എനിക്ക് തരാനുള്ള കാശ് തന്നില്ലെങ്കിൽ അതിനൊക്കെ നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒരു ജോയിന്റ് ഷ്യൂറിറ്റിയിൽ ഇവരോട് സൈൻ ചെയ്യാനായി പറയുന്നു. ഈ സമയം തേ അങ്ങോട്ടേക്ക് അച്ഛന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഞാനും ഇവിടുത്തെ ഒരു എംപ്ലോയി ആണ്, ഞാൻ ഈ ഒരു തുകയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം, മറ്റുള്ളവരെ അതിൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ അതിൽ ലീഗലി സൈൻ ചെയ്യുന്നുണ്ട്. ഈ സമയം അയാളാകട്ടെ അവിടെ നിന്ന് ഈ കമ്പനിയുടെ ഒരു എഗ്രിമെന്റ് ഡോക്യുമെന്റ് എടുക്കുന്നുണ്ട്. അതെന്തിനാ എടുക്കുന്നതെന്ന് തേ ചോദിക്കുമ്പോൾ എനിക്ക് തരാനുള്ള കാശ് തന്നില്ലെങ്കിലേ ഇത് എന്റെ കയ്യിരിക്കും. ഈ ഒരു കെട്ടിടം പിന്നെ നിനക്കൊന്നും ഉപയോഗിക്കാൻ പോലും കിട്ടത്തില്ല. കമ്പനി പൂട്ടിക്കെട്ടി ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതിനുള്ള അവസരം ഉണ്ടാക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് കാശ് തന്നേക്കണമെന്നും പറഞ്ഞ് അയാൾ ആ ഡോക്യുമെന്റിലും സൈൻ മേടിച്ച് ആ ഒരു ലീസ് എഗ്രിമെന്റും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും തേ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാണ്. ആ സമയം സിയോൺ അവനെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് എത്തുന്നു. എംപ്ലോയീസ് അവിടെ പുതുതായിട്ട് ചേരുമ്പോൾ അവർക്ക് ഫില്ല് ചെയ്യാനായി കൊടുക്കുന്ന ഒരു ഫോമാണ് സിയോൺ എടുത്തിപ്പോ തേയെ ഏൽപ്പിക്കുന്നത്. എല്ലാവരും ഇത് കണ്ടൊന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോൾ അല്ല ഇദ്ദേഹം നമ്മുടെ കമ്പനിയിൽ എന്നീ വർക്ക് ചെയ്യാൻ പോവാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്, അപ്പൊ പിന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണ്ടേന്ന് പറഞ്ഞ് അവൾ ഫോർമലായി തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ആ സമയത്താണ് തേ ആക്ച്വലി സിയോണിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. അവളുടെ ഇവിടുത്തെ ജോബ് പൊസിഷൻ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നവൻ അവനെ സ്വയം പരിചയപ്പെടുത്തി അവളുടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന ടീം അതിലെ ചില ഡൗട്ട് ഒക്കെ അവന് വരുന്നുണ്ട്. ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്നുള്ളിടത്ത് അവൻ പെട്ടെന്ന് അവന്റെ അച്ഛന്റെ പേര് കങ്ങെന്നായിരുന്നു, അതുകൊണ്ട് തന്നെ കങ്ങിന്റെ മകൻ എന്ന രീതിക്കാണ് അത് എഴുതുന്നത്. പക്ഷെ അത് കണ്ട സിയോൺ ചിരിച്ചുകൊണ്ട് ഇതല്ല വേണ്ടത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ നന്നായി തന്നെ കേട്ട് മനസ്സിലാക്കി അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ബേസിക് ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് പോലും അവൻ അറിയില്ല. കാരണം അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഇടപെട്ടിട്ടോ ഇല്ല, അത് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടോ ഇല്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ഫോം പോലും ഇരുന്ന് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വീട്ടിലേക്ക് എത്തുന്ന അവനാവട്ടെ അന്ന് അമ്മ ഇരുട്ടത്ത് ആകെ പുതച്ചു മൂടി പേടിപ്പെടുത്തുന്ന കണക്ക് ഇരിക്കുന്നതാണ് കാണുന്നത്. എന്താ ഇതമ്മ ലൈറ്റ് ഒന്നും ഇടാതെ, അമ്മ എന്താ ഹീറ്റർ ഒന്നും ഓണാക്കാതെ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ല അവൻ ചോദിക്കുമ്പോ അത് പിന്നെ കറണ്ട് അവർ കട്ട് ചെയ്തതാ, അടച്ചില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ, ഒടുക്കത്തെ തണുത്തിട്ട് വയ്യ, അതാ ഇത്രയും വലിയ സ്വെറ്ററും പുതച്ച് ഇങ്ങനെ ഞാൻ ഈ ഇരുട്ടത്തിരിക്കുന്നതെന്ന് അമ്മ പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടുത്തെ ഫോൺ കണക്ഷന്റെ വയർ ഊരിയിട്ടിരിക്കുന്നത് അവൻ കാണുന്നത്. അവനത് അബദ്ധത്തിൽ ഊരിപ്പോയതായിരിക്കുമെന്ന് കരുതി ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോഴേ ചറപറ കോൾസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അച്ഛൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്, തിരിച്ചു താതാന്ന് പറഞ്ഞ് ഭയങ്കരമായ അലമുറയും ബഹളവും ഒക്കെയാണ് കേൾക്കുന്നത്. അവൻ ആകെ പട വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അച്ഛനുള്ളപ്പോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പോ ഭയങ്കരമായി തന്നെ തകർന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവന്. അങ്ങനെ പിന്നീട് നമ്മൾ സിയോണിനെ കാണുമ്പോൾ അവൾ വീട്ടിലെത്തി തീ കായാനായിട്ട് അവളുടെ വലിയ ആഗ്രഹമായിരുന്നല്ലോ കോഴ്സ് പഠിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത പേപ്പറുകളും ബുക്സും ആപ്ലിക്കേഷൻസും ഒക്കെ തന്നെ ഇപ്പൊ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ സിറ്റുവേഷൻ ആകെ മാറിയല്ലോ. ഉള്ള ജോലി തന്നെ എങ്ങനെയും നിലനിന്ന് പോകുന്നത് ഇപ്പൊ വലിയ കാര്യമാണ്. കൂടാതെ ആ ജോലിയുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല, ഇനി ശമ്പളം കിട്ടുമെന്ന് പോലും അറിയില്ല. ആകെപ്പാടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് എങ്ങനെയും നിലനിന്ന് പോകാനേ പരിശ്രമിക്കാം. ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ പറ്റിയ സമയമല്ല ഇതെന്ന് അവൾക്ക് തോന്നി. അവൾ അതങ്ങനെ ചെയ്യുമ്പോൾ അനിയത്തി ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് അത് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ചേച്ചിക്ക് കോളേജിൽ പോയി പഠിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, അതായിരുന്നല്ലോ വലിയ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് പറ്റിയ സാഹചര്യം ഒന്നും അല്ല ഇപ്പൊ. എന്തായാലും നീ കോളേജിൽ പോയിട്ടുണ്ടല്ലോ, അത് മതി, എനിക്ക് അത് തന്നെ സന്തോഷമെന്ന് സിയോണോട് പറയുന്നു. പക്ഷെ അനിയത്തിക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സിയോൺ അവളുടെ ബേസിക് സ്കൂൾ
സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം കോളേജിൽ പോയി പഠിക്കണം എന്ന വലിയ ആഗ്രഹമൊക്കെ മാറ്റിവെച്ച് ജോലിക്ക് ഇറങ്ങിയത്. ഈ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെയും ആ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യണമെന്ന് അവൾ പരിശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അതും അപ്പാടെ ഉപേക്ഷിച്ച് അവൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് അനിയത്തി ആകെ ഇമോഷണൽ ആവുമ്പോൾ സാരമില്ല മോളെ, എല്ലാത്തിനും ഒരു സമയമില്ല. ഇപ്പൊ എന്തായാലും എന്റെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കേണ്ട സമയമാണ്. അതിനൊന്നും ഇപ്പൊ എനിക്ക് പുറകെ പോകാൻ സാധിക്കില്ല എന്നെല്ലാം അനിയത്തിയെ പറഞ്ഞു മനസ്സിലാക്കാനേ സിയോൺ നോക്കുന്നു. അങ്ങനെ പിന്നീട് ഓഫീസിലിരുന്ന തേയാണ് നമ്മൾ കാണുന്നത്. അവൻ അവിടെ അച്ഛന്റെയും അവന്റെയും പണ്ടത്തെ ഒരു ഫോട്ടോ ഇങ്ങനെ വളരെ ഇമോഷണൽ ആയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ ആ ഒരു ക്യാബിനിൽ തന്നെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അവൻ അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് നിന്ന് ഒരു കുഞ്ഞു താക്കോല് താഴെ വീഴുന്നത്. ഇത് എന്തിന്റെ താക്കോലാണെന്ന് പെട്ടെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അങ്ങനെ അവിടെയുള്ള ഓരോ ഷെൽഫിലും ആ ഒരു കീ ഇട്ട് നോക്കുമ്പോൾ അവസാനം ഒരു ഷെൽഫ് അവന് തുറന്നു കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു ഹിഡൻ ലോക്കറും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം എംപ്ലോയീസ് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ധൃതി പിടിച്ച് ഓരോ ജോലിയും ഡിസ്കഷനും ഒക്കെ ചെയ്യുമ്പോൾ അതായത് ഇവർക്ക് ഓൾറെഡി ഉള്ള കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തേ മാത്രം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചുമ്മാ ഇങ്ങനെ പേപ്പർ പ്ലെയിനും ബോട്ടും ഒക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവനാകട്ടെ അല്ല നമ്മുടെ കമ്പനിയിൽ ഇമ്പോർട്ടന്റ് ആയ ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുമ്പോൾ അവരൊക്കെ ഈ ആനക്കാര്യം ഡിസ്കസ് ചെയ്യുന്നിടത്ത് ഈ ചേനക്കാര്യമായിട്ട് വരുന്ന എന്തിനാണെന്ന് മറ്റുള്ള അവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഒരു വിലയും കൊടുക്കുന്നില്ല. മുതലാളിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന് ബിസിനസ് അറിയില്ല, കമ്പനി നടത്താൻ അറിയില്ല എന്ന് അവർക്കറിയാവുന്നുണ്ട്. അവരൊരു മൈൻഡ് ഇല്ലാണ്ട് ചോദ്യത്തിന് ഉത്തരവും കൊടുക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ സിയോൺ അടുത്തേക്ക് വന്ന് 2072 എന്ന നമ്പർ പറയുന്നുണ്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1972-ലാണ്. 100 ഇയേഴ്സ് എങ്കിലും ഈ ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് കമ്പനിയുടെ ഫൗണ്ടർ തേയുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. തന്റെ തലമുറ താൻ ഇല്ലെങ്കിലും ഇത് നന്നായി കൊണ്ടുപോകണം. അങ്ങനെയാണ് അദ്ദേഹം ഒരു 100 വർഷത്തെ വിഷൻ മനസ്സിൽ കൊണ്ട് നടന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രഷ്യസ് ആയിട്ട് കരുതുന്ന ഒരു നമ്പറാണ് 2072. 1972 എന്ന ഈ കമ്പനി തുടങ്ങിയ വർഷത്തിൽ നിന്ന് 100 വർഷങ്ങൾ കഴിഞ്ഞുള്ള 2072 എന്ന ഒരു വർഷത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു അക്കം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് സിയോൺ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുമ്പോഴാണ് തേ തന്റെ അച്ഛനപ്പം ഇങ്ങനത്തെ വിഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും തിരിച്ചറിയുന്നത്. പിന്നീട് ആ ഒരു ലോക്കർ തുറക്കാനായി അവൻ കമ്പനിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ബാക്കി സ്റ്റാഫ്സ് ഒക്കെ പോയ ശേഷം നോക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കയ്യിൽ ഓരോ ചുറ്റികയും ആയുധം ഒക്കെ വെച്ചാണ് അത് പൊളിച്ചെടുക്കാൻ നോക്കുന്നവന് അത് സാധിക്കുന്നില്ല. അപ്പോഴാണ് രാവിലെ സിയോൺ പറഞ്ഞു കൊടുത്ത നമ്പർ അവന് ഓർമ്മ വരുന്നത്. തുടർന്ന് ആ ഒരു നമ്പർ അടിച്ചു നോക്കുമ്പോൾ ലോക്കർ ഓപ്പൺ ആവുന്നു. എന്തായാലും എന്റെ അച്ഛന്റെ മനസ്സറിഞ്ഞ ഒരാളാണ് സിയോൺ എന്ന് ഇവിടെ വന്നപ്പോ തൊട്ട് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ട് തേക്ക് തോന്നുന്നുണ്ട്. അവൻ വേഗം തന്നെ ബാക്കി സ്റ്റാഫ്സ് ഉള്ള സമയം തന്നെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ലഞ്ചിന്റെ ടൈം ആകുമ്പോഴേക്കും സിയോണിന്റെ പേര് ഉറക്കെ വിളിച്ച് വാ എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വാന്നും പറഞ്ഞ് അവളെയും കൂട്ടി അങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ട് എല്ലാരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അല്ല എന്താ കാര്യമെന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഫുഡ് വാങ്ങി തരുന്നത് വെറുതെ അല്ലാന്ന് തോന്നുന്ന സിയോൺ തിരക്കുമ്പോ അത് പിന്നെ നീ വേണം എനിക്ക് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനേ. ഞാൻ ഈ കമ്പനിയിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ കമ്പനി എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. നീ വേണം എന്റെ കൂടെ നിന്ന് അതെല്ലാം പറഞ്ഞു തരാനായി എന്നെ ഹെൽപ്പ് ചെയ്ത് കൂടെ ഉണ്ടാവണമെന്നെല്ലാം അവൻ ആവശ്യപ്പെടുമ്പോൾ മറ്റ് സ്റ്റാഫ്സ് ഒന്നും തനിക്ക് ഉപകാരം ചെയ്യില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൻ അത് അവളോട് ചോദിക്കുന്നത്. കൂടാതെ അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും അവനറിയാം. എന്തായാലും അവന്റെ ചോദ്യത്തിന് സന്തോഷത്തോടെ സമ്മതിക്കുന്ന അവൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു തേയുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ കാണാൻ പോയ കാര്യത്തെ പറ്റി സിയോൺ അവിടെ പറഞ്ഞു തുടങ്ങുന്നു. അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞത് അദ്ദേഹം ഇല്ലെങ്കിലും കമ്പനി തേ നന്നായി നോക്കും, അവനതിന് സാധിക്കും, പക്ഷെ അവനെ അതിൽ നീ ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു. മറ്റുള്ളവരൊക്കെ തേയെ എത്ര വില കുറച്ച് കണ്ടാലും തേയുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ ആള് തന്നെയായിരുന്നു തേയുടെ അച്ഛൻ. ഇപ്പൊ കണ്ടില്ലേ കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ച കണക്ക് തന്നെ വരുന്നതെന്ന് സിയോൺ പറയുമ്പോ തേ തന്റെ അച്ഛൻ അപ്പൊ തന്നെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെന്ന് അത് കേട്ട് അവളുടെ മുന്നിൽ ഭയങ്കര സന്തോഷിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും മാറിയിരുന്ന് ഭയങ്കരമായി അവൻ പൊട്ടിക്കരയാണ്. അച്ഛൻ തന്റെ മേളിൽ എത്രത്തോളം പ്രതീക്ഷയും വിശ്വാസവും വെച്ചിരുന്നു, പക്ഷെ അത് അച്ഛനുള്ളപ്പോ തിരിച്ചറിഞ്ഞ് വേണ്ട രീതിക്ക് പ്രവർത്തിക്കാനായി തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ഭയങ്കര നിരാശ അവനുണ്ട്. ഒപ്പം തന്നെ അച്ഛൻ അവൻ പോലും അറിയാതെ അവന് വേണ്ടി കരുതി വെച്ച ആ ഒരു സേവിങ്സ് അക്കൗണ്ടിന്റെ പാസ്ബുക്കും പിടിച്ചുകൊണ്ടാണ് അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നത്. അതിൽ അച്ഛൻ എഴുതിയ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നു. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട അവന് വേണ്ടി സങ്കടപ്പെടാതെ മുന്നോട്ട് പോകണം എന്ന് അച്ഛൻ എഴുതിയ ചെറിയൊരു നോട്ടും അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് കണ്ട് തേ ഭയങ്കരമായി തന്നെ പൊട്ടിക്കരയുന്നു. ഇതേ സമയം തന്നെ തേ ആവശ്യപ്പെട്ട പ്രകാരം അല്ലെങ്കിൽ തേയുടെ അച്ഛൻ മുന്നേ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി തേയെ ഹെൽപ്പ് ചെയ്യാനായി സിയോൺ ഇപ്പൊ അവന് വേണ്ടി വിസിറ്റിംഗ് കാർഡും മറ്റും കമ്പനിയുടെ ബിഹാഫിൽ തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസമായിട്ട് പക്ക ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്റെ ഓഫീസിലേക്ക് റെഡിയായി എത്തുന്ന തേയാണ് നമ്മൾ കാണുന്നത്. അവനെ ഇങ്ങനെ കണ്ട് സ്റ്റാഫ്സ് ഒക്കെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. സിയോണിന് അറിയാലോ അവൻ രണ്ടും കൽപ്പിച്ച് ഗോതയിലേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് അറിയില്ല. അവരിപ്പോഴും അവനെ സ്പോയിൽഡ് ആയ ഒരു റിച്ച് കിഡിന്റെ കണക്കായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ അവര് തകർന്ന തരിപ്പണമായി. എന്തായാലും അപ്പോഴേക്കും അവനാകട്ടെ എല്ലാവരും അവനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നെ കാണാനെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യനെ കണക്കുണ്ട്, അല്ലാണ്ട് എന്താണെന്ന് പറ്റില്ല അവര് പുച്ഛി ചടമാറ് വെടി പറയുന്നത്. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ തേ അവിടെ ആദ്യമായി ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്നത് തന്നെ വലിയൊരു പണിയായി മാറുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. എങ്ങനെ തേ സിയോന്റെ ഹെൽപ്പോട് കൂടി ഈ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും എന്നറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.